ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മിസ് വേൾഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഫസ്റ്റ് ബർത്ത്ഡേ എമിലിയ ഷെലിൻ എന്നാണ് ഉണ്ണിയുടെ പേര്. ഉണ്ണീനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ കുറേ പേരുണ്ടാവുമല്ലോ ഡെലിവറി എങ്ങനെയാണെന്നൊക്കെ പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. എൻ്റെ ഒരു ചിന്ന എക്സ്പീരിയൻസ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെലിവറി ഡേറ്റ് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 10th സെപ്റ്റംബർ ആയിരുന്നു. അപ്പോൾ 10th സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അതുകൊണ്ട് ആ ദിവസം തന്നെ ഡെലിവറി നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വളരെ ആഘോഷിച്ച് സന്തോഷിച്ചിരുന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അവസാനത്തെ ഒരു ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ കഴിഞ്ഞപ്പോൾ അതിൽ കാണിക്കുന്ന ഡേറ്റ് 9th ആണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5th അല്ലെങ്കിൽ 6th ആകുമ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് പെയിൻ വെച്ചിട്ട് ഡെലിവറി നടത്താമെന്ന് പറഞ്ഞു. ഇത് കേട്ട വഴിക്ക് എൻ്റെ എന്താ പറയുക, എൻ്റെ എക്സ്പെക്ടേഷൻ തകരാണ് ഉണ്ടായത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് 10th തീയതി തന്നെ ഡെലിവറി നടത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല ഡോക്ടറെ, ഒന്നുമില്ല. അപ്പൊ എൻ്റെ അമ്മയും ചെല്ലുന്നൊക്കെ അവിടെ ഇരുന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ഡോക്ടർ എന്ത് പറയണോ അതുപോലെ തന്നെ മതി, നീ ആയിട്ട് വേറെ ഒന്നും പറയേണ്ടത്. അങ്ങനെ ഡോക്ടർ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് തന്നെ പുണ്യം കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി സന്തോഷമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പൊ അത് നടക്കില്ല എന്ന് തീരുമാനമായി. അങ്ങനെ എന്തായാലും ഒരു 5th 6th ആവുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാം. അങ്ങനെ പിറ്റേ ദിവസം പെയിന് നിൽക്കാം, അതിന് ശേഷം പിന്നെ ഡെലിവറി ആവാം. അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് പോയി. നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ലാസ്റ്റ് മന്ത്സ് ഒക്കെ ആവുമ്പോൾ നമ്മുടെ അടുത്ത് കുഞ്ഞിന്റെ അനക്കം ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയും. അതായത് നമ്മുടെ ഭക്ഷണത്തിന് ശേഷം കുട്ടി അനങ്ങുന്നുണ്ടോ, അപ്പൊ എത്ര അനക്കമുണ്ട്, അതൊക്കെ രേഖപ്പെടുത്തി വെക്കാനായിട്ട് ഒരു ചാർട്ടും ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ അടയാളപ്പെടുത്താൻ കുറച്ച് മടിച്ചാണ്. അപ്പൊ ഞാൻ എന്താ സാധാരണ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അനക്കം വേണ്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അവിടെ അനക്കം എണ്ണി കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. അത് കാലത്തായാലും ഉച്ചയ്ക്കായാലും രാത്രിയായാലും ഒക്കെ ഇങ്ങനെയായി പതിവും. അപ്പൊ അനക്കം ഞാൻ കൃത്യമായിട്ട് എണ്ണണില്ല. അപ്പം അമ്മ എപ്പോഴും ചീത്ത പറയായിരുന്നു കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കെടുക്കണം, എന്നാലാണ് നമുക്ക് അതിലുണ്ടാകുന്ന വേരിയേഷൻസ് അറിയുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് ഒരു ദിവസം പതിവില്ലാത്ത പോലെ തീരെ അനക്കം കിട്ടുന്നില്ല. അതായത് ഞാൻ കിടന്നിട്ട് എനിക്ക് അനക്കൊന്നും തീരെ കിട്ടണില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്വീറ്റ്സ് കഴിക്കാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അത്ര ശരിയല്ല എന്നും ഞാൻ പിന്നീട് അവിടെ ക്ലാസ്സിൽ നിന്ന് അറിഞ്ഞു കേട്ടോ. കാരണം സ്വീറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ കൂടിയിട്ടും കുഞ്ഞി കിടന്ന് ഉറങ്ങാം എന്നല്ല, അങ്ങനെ ഒരു മന്ദിപ്പ് ഉണ്ടാവാം എന്നാണ് അന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. ഞാൻ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു നോക്കി, അത് വേറെ കുറച്ച് ഗ്ലൂക്കോസ് കയറ്റുന്ന പോലെ എന്തെങ്കിലും കഴിച്ചു നോക്കി. പക്ഷെ അത്രയാണ് അനക്കം സാധാരണ കിട്ടുന്ന പോലുള്ള ഒരു അനക്കം കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പൊ അമ്മ പറഞ്ഞു, ഇനി വെച്ചോണ്ടിരിക്കേണ്ട നമുക്ക്. അപ്പൊ ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഓഗസ്റ്റ് ആണ്, ലാസ്റ്റ് ഓഗസ്റ്റ് 30th ആയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഡോക്ടറെ അടുത്ത് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യാ, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ തൃശ്ശൂരാണ്, അപ്പോൾ മദർ ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ട് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ അടുത്ത് അനക്കം വലിയ ഡോക്ടർ വേഗം നമ്മളെ വേറൊരു റൂമിലേക്ക് വിട്ടു. എന്നിട്ട് ഇങ്ങനെ അനക്കം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ ഇടയിൽ പോകുന്ന വഴിക്ക് എനിക്ക് 1-2 അനക്കം കിട്ടിയിട്ട്, എന്നാലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ വയ്യ, അനക്കം കുറവുണ്ട്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവര് ഇതിങ്ങനെ അനക്കം ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതുവരെ എനിക്ക് അനക്കം അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ആ ഒരു അനക്കം ചെക്ക് ചെയ്യുന്ന മെഷീൻ്റെ അടുത്തൊക്കെ പോയിട്ട് അനക്കം ചെക്ക് ചെയ്യണ്ടായി. അപ്പോഴാണ് ഹാർട്ട് ബീറ്റ് ഒക്കെ ശരിക്കും കേൾക്കുന്നത്. പല ഹോസ്പിറ്റലിലും മുമ്പേ തന്നെ അതൊക്കെ കേൾപ്പിച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അനക്കം ഒരു ഇത്തിരി കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഇത്തിരി കുറവുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. എന്നാൽ വലിയ കുഴപ്പമില്ല, റിസ്ക് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞു, കാര്യം ഡേറ്റ് നമ്മൾ പറഞ്ഞതായിട്ടില്ല, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് അതായത് കുട്ടി പൂർണ്ണ വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട്, നമുക്കപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഡെലിവർ ആവാം. അത് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ഇപ്പൊ ഡെലിവറി ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിച്ചിട്ടല്ലോ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് പോയി ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ വീണ്ടും അടുത്ത കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ വീണ്ടും പോകുന്നു, പ്രസവിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോ പെട്ടെന്നായിപ്പോയി. ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തോളൂ. പക്ഷെ ആ ഫസ്റ്റ് നമുക്ക് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. പിറ്റേന്ന് നമുക്ക് എന്താ ട്യൂബ് ഇടാൻ. ഈ സത്യം പറയാൻ എനിക്ക് മെഡിസിൻ ഭാഗമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല.
ഈ ട്യൂബ് ഇടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാവരും നമുക്ക് ഗൂഗിൾ ഉണ്ടല്ലോ, നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും. ഇപ്പൊ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്കിത് ചെയ്യാനായിട്ട് പേടിയാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാത്രി ഒരു 8 മണിക്ക് ആകുമ്പോ വിളിക്കാം. 8 മണിക്ക് വരാന്നല്ലേ പറഞ്ഞത്. സിസ്റ്റേഴ്സ് എന്നെ വന്ന് വിളിക്കുന്നില്ല. എപ്പൊ വന്നിട്ട് ഡോറിന്റെ അവിടെ ആര് മുട്ടിയാലും എനിക്ക് പേടിയാണ്. സിസ്റ്റർ ആയിരിക്കും ട്യൂബ് ഇടാൻ കൊണ്ടുവരാണ്. അങ്ങനെ എപ്പോഴും ഡോർ നോക്ക് ചെയ്യുമ്പോ ഞാൻ പേടിയോട് കൂടിയിട്ട് നോക്കണം. പക്ഷെ 8 മണിയായി, ഇല്ല എന്നെ വിളിച്ചിട്ടില്ല. 9 മണിയായി, എന്നെ വിളിച്ചിട്ടില്ല. എന്നെ വിളിക്കുന്നില്ല. എന്താ ചെയ്യുന്ന അന്വേഷിക്കുക, അത് തോന്നുന്നേ ഇല്ല, കാരണം പേടിയാണല്ലോ. അവസാനം ഒരു 10-10 കഴിഞ്ഞപ്പോ സിസ്റ്റർ എന്ന് പറഞ്ഞു, അല്ല എഡ്വിനില്ലേ ഇവിടെ? എന്താ ട്യൂബ് ഇടാൻ വരാത്തത്? അപ്പൊ ഞാൻ, അല്ല എന്നെ വിളിച്ചില്ലായിരുന്നു. വേഗമായി എല്ലാവരും ട്യൂബ് ഇട്ട് കഴിഞ്ഞു, ഇനി ഇയാൾ മാത്രം ബാക്കിയുള്ളൂ ട്യൂബ് ഇടാനായിട്ട്. വേഗമായി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ സത്യം നമ്മൾ ഭയങ്കര പേടിച്ചിട്ടായിട്ട് പോകുന്നത്, ഇത് എന്ത് സംഗതിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടും. ട്യൂബ് ഇടുന്നത് നമ്മളൊന്നും അറിയില്ല. എനിക്ക് വളരെ റിലാക്സിങ് ആയിട്ട്, നമ്മൾ നല്ല റിലാക്സ് ആയി കിടന്നു കഴിഞ്ഞാൽ ട്യൂബ് ഇടുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ചിലർക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഡെലിവറി നടക്കുകയും ചെയ്തിട്ടും. അപ്പൊ ഞങ്ങള് ഇങ്ങനെ കുറെ പേരെ, ഞങ്ങളൊരു 10-12 ആളിനെന്ന് തോന്നുന്നു, ഞങ്ങളിങ്ങനെ നിരത്തി ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ നിരത്തി കെടുത്തിയിരിക്കുകയാണ്. ഒരു അറ്റത്തുള്ള ഒരു ബെഡിലാണ് കെടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനപ്പോ ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. കാരണം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് മഹാ ബോറടിയാണ് അവിടെ കിടന്നിട്ട്. എനിക്ക് വേദന ഇല്ലല്ലോ. അപ്പൊ എനിക്ക് പിന്നെ തൊട്ട് പ്രത്യേകിച്ച് കാഴ്ച കാണാനായിട്ട് ഞാനപ്പോ മൊത്തം വീക്ഷിച്ചോണ്ടിരിക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോഴേക്കും വേറൊരു ചേച്ചി, ഇപ്പൊ ചെല്ലുണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് കുഞ്ഞു മഷി ഇറക്കി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പെട്ടെന്ന് നട്ടപ്പാതിരിക്കാണ്ട് പറയുന്നത്. ഞങ്ങളുടെ ഡോക്ടർ വന്നു, എന്നിട്ട് മഷി ഇറക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ സിസേറിയന് കൊണ്ടുപോകുക ചെയ്തു. ഞാൻ ചോദിച്ചു, അയ്യോ അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഡെലിവറി ആവുമോ? എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു. കാരണം എനിക്കറിയില്ല ബേസിക്കലി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ ചോദിച്ചു, അയ്യോ ട്യൂബ് വെച്ചപ്പോ ഇപ്പൊ തന്നെ ഡെലിവറി നടക്കില്ലേ എനിക്ക്? അപ്പൊ ആ ചേച്ചി സി സെക്ഷന് പോകുന്നു. ആ ചേച്ചിയുടെ ഒരു ഉണ്ണി പുറത്തേക്ക് വന്നതിന്റെ ഒരു കുഞ്ഞാവയുടെ ഒരു കരച്ചിൽ കേട്ടു. അപ്പൊ മനസ്സിലായി കുഞ്ഞ് പുറത്തേക്ക് വന്നു. നമ്മുടെ ലേബർ റൂം വേറെ, ഡെലിവറി റൂം വേറെയാണ് കേട്ടോ. അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. ആദ്യത്തിലൊക്കെ ഞാൻ വിചാരിച്ചില്ല ലേബർ റൂം തന്നെയാണ്, ഇവിടെ തന്നെയാണ് പ്രസവിക്കുക എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, നമ്മൾ പ്രസവിക്കാറാകുമ്പോൾ നമ്മൾ വേറെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതാണ് ഈ ഡെലിവറി റൂം. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിനെ പുറത്ത് വരുന്നത്. ആ ഒരു റൂമിൽ വെച്ചിട്ടാണ്. എന്റെ കൂടെ നല്ലൊരു സിസ്റ്റർ ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായി ആ സിസ്റ്ററിനെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, റൂമിൽ പോയിക്കോളൂ, ഉറങ്ങിക്കോളൂ, നാളെ കുളിച്ച് റെഡി ആയിട്ട് ഒരു 7 മണിക്ക് ആകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു. നാളെയാണ് അപ്പോൾ ദിവസം എന്ന് മനസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ രാവിലെ കുളിച്ച് മുടിയൊക്കെ മെടഞ്ഞ്, 2 സൈഡിലും മുടിയൊക്കെ മെടഞ്ഞ് കെട്ടിയിട്ട് നമ്മള് ഡെലിവറി റൂമിലേക്ക് പോവാണ്. ഡെലിവറി റൂമിലേക്ക് അല്ല, ലേബർ റൂമിലേക്ക് പോവാണ്. ലേബർ റൂമിലെത്തി 9 മണിക്ക് ആവാറായിട്ട് ഡ്രസ്സൊക്കെ തരുന്നു. ഒരു നീല കളർ പച്ച കളറൊക്കെ ഉള്ള ആ ഒരു ഡ്രസ്സില്ലേ, ആ ഡ്രസ്സൊക്കെ തരുന്നത്. ഈ ഡോക്ടർ വരണം. അപ്പൊ ഡോക്ടർ വന്നിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ. ഡോക്ടറെ കാണുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്റെ ഡോക്ടർ നല്ല ഡോക്ടറാണ്, പക്ഷെ ഈ ഡോക്ടറെ കാണുന്നത് ഭയങ്കര പേടിയാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന് മുമ്പ് എനിക്ക് PV ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ എന്നെ വീണ്ടും PV ചെയ്യൂ എന്നുള്ളൊരു ടെൻഷനായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർക്ക് മുമ്പ് വരുന്നത് നമ്മുടെ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സിസ്റ്ററാണ് വരുന്നത്. സിസ്റ്റർക്ക് എന്നെ കണ്ടപ്പോ തന്നെ ആ എഡ്വിനാണല്ലേ മോളെ. കാരണം ഇതിന് മുമ്പത്തെ തവണ ഡോക്ടറെ സ്കാനല്ല, അന്ന് ചെക്കപ്പിന് പോയി കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയ പുകില് കണ്ട സിസ്റ്ററാണ് ആ സിസ്റ്റർ. അന്ന് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് PV അന്നാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് PV ചെയ്യാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ എൻ്റെ അടുത്ത് നമ്മൾ സാധാരണ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമല്ലോ, വയറൊക്കെ പിടിച്ച് നോക്കൂലോ ഡോക്ടർ. അപ്പൊ അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് ബെഡിലേക്ക് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് PV ചെയ്യാണ് ചെയ്തത്. ഞാനങ്ങോട്ട് അലറി പിടിച്ച് കരഞ്ഞു. അതുണ്ടായി. ഞാൻ കരഞ്ഞത് എന്താ പറയാ, അതിന്റെ അകത്തുള്ളവർ മാത്രമല്ല, പുറത്തിരിക്കുന്നവരെല്ലാവരും കേട്ടു. അതെനിക്ക് മനസ്സിലായത് ഞാൻ ഡോക്ടർ റൂമിൽ പുറത്തിറങ്ങിയപ്പോഴാണ് എല്ലാവരും എന്നെ വളരെ ഇതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഓളിയിട്ട് ബഹളം വെച്ചു. അതാണ് ഉണ്ടായത്. അപ്പൊ സിസ്റ്റർക്ക് അത് കണ്ടുള്ള കാരണം എന്നെ കുറച്ച് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഒച്ച ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സിസ്റ്റർ പറഞ്ഞു, എഡ്വിനെ ഓൾ ദി ബെസ്റ്റ്. ഇതെല്ലാം കോമഡി ആയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
അതെ ഇവരെക്കാളൊക്കെ മുമ്പ് ഏറ്റവും ആദ്യം എഡ്വിനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആണ് സിസ്റ്റർ ശരി കേട്ടോ. എനിക്കൊരു മൊത്തം ആവേശം വന്നു. ഞാനിപ്പോ വേഗം പ്രസവിച്ച് കുട്ടീനെ അങ്ങോട്ട് പുറത്തേക്ക് വരും, ഈ കാര്യങ്ങളൊക്കെ വളരെ ഈസി ഇതൊക്കെ പറഞ്ഞ് ഞാൻ സ്വയം എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വന്നുട്ടാ അത് കേട്ട് കഴിഞ്ഞപ്പോ. പിന്നെ ഡോക്ടർ വരുന്നത്, ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ ഇതായി. അപ്പൊ ഡോക്ടർ ഗ്ലൗസ് ധരിക്കുന്നു, സാധനം എടുക്കുന്നു, പിന്നെ അതിന്റെ കൂടെ മരുന്നും വെക്കുന്നു, അതുപോലെ നമ്മുടെ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിക്കുകയും ചെയ്തു. ശങ്കറിന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഡെലിവറി സമയത്ത് എന്നെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് അത് പറഞ്ഞ് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ നിർത്താമോ. അപ്പോൾ മദർ ഹോസ്പിറ്റലിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ഡോക്ടർ ആ സമയത്ത് വന്നപ്പോൾ പറഞ്ഞു, പിന്നെ അവനെ നിർത്തണം, കാരണം എന്താ വെച്ചാൽ നിൻ്റെത് ചിലപ്പോൾ സിസേറിയൻ ആവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്, സിസേറിയനിലേക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സിസേറിയൻ്റെ എക്സ്പെൻസ് വരും. പിന്നെ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഇത് നമ്മൾ ഹസ്ബൻഡ് നിർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമൺ ലേബർ റൂമിലല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫെസിലിറ്റീസ് റൂമൊക്കെ വേറെയാണ്. അപ്പോൾ അതിന് വേണ്ടി റെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ചിലവ് വരും. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ അവസാനം പറഞ്ഞു എന്നാ പിന്നെ ശരി ചേട്ടനായാലും നിൽക്കാനായിട്ട് കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. അപ്പൊ അതെന്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കണ്ടേ. അപ്പോ ഡോക്ടർ അടുത്ത് പറഞ്ഞു ശരി ഡോക്ടറെ എന്നാ വേണ്ട, ഞാൻ ഇവിടെ തന്നെ മതി, ഓക്കെ വേറെ ഹസ്ബൻഡ് നിർത്തണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു. ഡോക്ടർ വന്നിട്ട് ഈ ഫ്ലൂയിഡ് പൊട്ടിച്ചതിന് ശേഷം, ആ ഫ്ലൂയിഡ് പൊട്ടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേദനയൊന്നുമില്ല കേട്ടോ, നമ്മൾ അറിയില്ല. പക്ഷെ അതിങ്ങനെ പീഡിച്ചയുടെ പോലെ ആയിരിക്കും എന്നുള്ളൊരു സംഗതി മാത്രമാണ് അതിൽ നമുക്ക് കുറച്ചൊരു പേടി വരുന്ന ഒരു സംഗതി. അതിനുശേഷം നമ്മളെ കെടുത്തിയിട്ട് ഡ്രിപ്പ് ഇടാൻ തുടങ്ങും. നമ്മുടെ കൈത്തണ്ടയിലാണ് കേട്ടോ, അതായത് വേദനയ്ക്കുള്ള മരുന്നാന്ന് തോന്നുന്നു അതിൽ കൊടുക്കുന്നത്. ഞാൻ കാണുന്നുണ്ട് ഏറ്റവും അറ്റത്ത് കിടന്ന ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ അപ്പൊ നമുക്ക് കുറച്ചൊക്കെ കഥകൾ നമ്മൾ ഈ ലേബർ റൂമിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ചേച്ചിയുടെ മൂന്നാമത്തെ പ്രഗ്നൻസി ഡെലിവറിയാണ് വരുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, അതായത് ഈ വെള്ളം പൊട്ടിക്കലും ഈ ട്രിപ്പിളിലോ തുടങ്ങിയപ്പോൾ തന്നെ തോന്നുന്നു ആ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് പെയിൻ വന്നു തുടങ്ങി. അങ്ങനെ തന്നെ ഡോക്ടർ എന്ന് പറയുന്നുണ്ട് ഷിഫ്റ്റ് ടു ഡെലിവറി റൂം. അങ്ങനെ ആ ചേച്ചിനെ കൊണ്ടുപോയി ഉണ്ടിക്കറിയണു, ചേച്ചി പുറത്തേക്ക് വരുന്നു, ആഹാ എത്ര സുന്ദരം. അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ചാൻസ് പോയി, ഞാനാണ് ഏറ്റവും ആദ്യം പ്രസവിക്കുന്ന സിസ്റ്റർ പറഞ്ഞു പോയത്. പക്ഷെ അത് ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ആ ചേച്ചിനെ കഴിഞ്ഞു. എനിക്കാണെങ്കിൽ വേദനയൊന്നുമില്ല, എനിക്ക് ഇവിടുന്ന് മരുന്ന് കയറ്റുന്നുണ്ട്, എനിക്ക് വേദനയൊന്നുമില്ല പ്രത്യേകിച്ചിട്ട്. എൻ്റെ അപ്പുറത്ത് ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന് വേദനയൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളെയും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്ററാണ് ഉണ്ടായിരുന്നത്, മറ്റുള്ളവർക്കൊക്കെ ഓരോ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരൊക്കെ അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാനും ഈ കൊച്ചും മാത്രമുണ്ട്. അപ്പൊ പക്ഷെ എനിക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ പെയിൻ വന്ന് തുടങ്ങി. അതായത് നമുക്ക് ഈ പ്രസവത്തിന്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ വേദനയും കൂടി പെട്ടെന്ന് അങ്ങോട്ട് ഉന്തി തള്ളി വരല്ല ചെയ്യാം. നമുക്ക് ആദ്യം ചെറിയൊരു വേദന വരും, പിന്നെ നല്ലൊരു ലോങ് ഗ്യാപ്പ് വരും, പിന്നെ ചെറിയൊരു വേദന വരും, ലോങ് ഗ്യാപ്പ് വരും, അങ്ങനെ മാറിയിട്ടാണ് വേദന വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ വേദന വരുന്നതിന്റെ ആ ഒരു ദൈർഘ്യം എന്താ പറയാ, ആ ദൈർഘ്യം പിന്നെ നമുക്ക് റെസ്റ്റ് കിട്ടുന്ന ആ സമയമുണ്ടല്ലോ, അത് തമ്മിലുള്ളതും ഇങ്ങനെ കുറഞ്ഞു വരും. എനിക്കിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ വേദന വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കൊച്ചിനൊക്കെ ആ സിസ്റ്റർ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം കണ്ടു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇഞ്ചക്ഷൻ എനിക്കും വേണം. അത് പറയുന്നുണ്ടായിരുന്നു, അതായത് എന്താണ് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, വേദന എടുത്ത് പൊളയുകയാണ് സിസ്റ്റർ പറഞ്ഞത്. ആ കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഇഞ്ചക്ഷൻ കൊടുത്തു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയില്ലേ, എനിക്കും ഇഞ്ചക്ഷൻ വേണം സിസ്റ്ററെ, അതെ എനിക്ക് ഇഞ്ചക്ഷൻ തായി സിസ്റ്ററിന് ഒരു സമാധാനം കൊടുത്തിട്ടില്ല. അപ്പൊ സിസ്റ്റർ പറഞ്ഞു അത് ആ കുട്ടിക്കൊക്കെ കൊടുത്തത് ആ കുട്ടിക്ക് വേദന അത്ര ആയതുകൊണ്ടാണ്, എന്തിനുള്ള ഇഞ്ചക്ഷൻ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയാണ് കിടന്നിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ വേണമെന്ന്. അപ്പൊ എന്റെ വിചാരത്തിൽ എന്താ, ഇത് കൊടുക്കുമ്പോ വേദന മൊത്തം പോകും എന്നുള്ളൊരു ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ അതല്ല സംഭവം, എന്റെ ഇപ്പുറത്തെ ബെഡിലുണ്ടായിരുന്ന കുട്ടീന്റെ, ആ കുട്ടിയുടെ അടുത്ത് സിസ്റ്റർമാര് പറയുന്നുണ്ട് നിനക്ക് ഇഞ്ചക്ഷൻ വേണോ എന്ന്. എനിക്ക് കണ്ടിട്ട് എന്തിനാ, ഈ കുട്ടിക്കാണെങ്കിൽ ഒരു വേദനയാ കൊച്ച്, ആ കുട്ടി കരയണില്ല, ഒന്നുമില്ല, ആ കുട്ടി ഭയങ്കര ഡീസൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ സിസ്റ്റർ ചെയ്യുന്നത്, ആ കൊച്ചിന് ഭയങ്കര വേദനയാണെന്ന് സിസ്റ്റർ പറയുന്നത്, എന്നിട്ട് അതിന് ഇഞ്ചക്ഷൻ വേണോന്ന് പോയി ചോദിക്കുന്നു. എൻ്റെ അടുത്താണെങ്കിൽ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട് കേട്ടോ. വേദന വന്നാൽ ഞാൻ കരയും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേദന പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും.
അത്രേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്, അതായത് നമുക്ക് വേദന വരുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ വേദന പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവ്. വേദന വന്നാൽ കരയാം, അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വല്ലാണ്ട് മസിൽ പിടിച്ചിട്ട് കരയാണ്ടിരിക്കും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദന കരയും, അത്രേ ഉള്ളൂ, കാര്യം സിമ്പിൾ. അപ്പൊ നമുക്കും കുറച്ച് റിലീഫ് ആവും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി. അങ്ങനെ കുറേശ്ശെ വേദന പോയി തുടങ്ങി, വേദനയുടെ ഇന്റൻസിറ്റി കൂടി വരുന്നു. ഞാൻ സിസ്റ്ററിന്റെ അടുത്ത്, സിസ്റ്റർ എനിക്ക് ഇഞ്ചക്ഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സിസ്റ്റർ പറഞ്ഞു, നിനക്ക് ഇഞ്ചക്ഷൻ തരാറായിട്ടില്ല മോളെ, നീ ഇഞ്ചക്ഷൻ സമയം ആവട്ടെ അപ്പ തരാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് എപ്പിഡൂറിൽ വേണം. ഞാനത് അവിടെ ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പോഴേ, അതായത് ഗർഭിണികൾക്ക് ഒരു ക്ലാസ് ഉണ്ടാവില്ല, അപ്പൊ അതിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വേദന ഇല്ലാണ്ട് പ്രസവിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അപ്പോൾ അത് ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവാണ്ട് പ്രസവിക്കാം. അപ്പോൾ അത് ചെയ്യാനുള്ള പെർമിഷനൊക്കെ വീട്ടുകാരുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ വീട്ടുകാർ ചിലർ പറയത്രേ, അതൊന്നും എടുക്കണ്ട, അവൾക്ക് വേദന വന്ന് അറിഞ്ഞ് പ്രസവിക്കട്ടെ എന്നൊക്കെ പറയട്ടെ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ വീട്ടുകാര് പറഞ്ഞ് ആദ്യമേ തന്നെ മനസ്സ് റെഡിയാക്കി വെക്കണം എന്നൊക്കെ അന്ന് ഡോക്ടർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് വേദന വരുമ്പോൾ ഞാൻ എപ്പിഡൂറിൽ ചോദിക്കും, ആ സമയത്ത് നിങ്ങൾ തരില്ലാതൊന്നും പറഞ്ഞേക്കരുത്, വലിയ ഭീഷണിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ അതില്ല, മൊത്തത്തില് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പുറത്തു വന്നിട്ട് ആളുണ്ടാവുന്നത് ഒഴിഞ്ഞു തുടങ്ങി. ഞാനും ഈ കുട്ടിയുണ്ട്, പിന്നെ ആൾക്കാരൊന്നും കാണാനില്ല, റൂമിലും സിസ്റ്റേഴ്സും ഇല്ല. ഒരു സിസ്റ്റർ അല്ലെങ്കിൽ മുമ്പ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നല്ലോ, നല്ല പോപ്പുലേഷൻ ആയിരുന്നു ഒരു ലേബർ റൂം. പക്ഷെ പോപ്പുലേഷൻ ഇല്ല, കുറെ പേര് പോയി. അവിടെയൊക്കെ ഒറ്റക്കൊക്കെ ഓരോരുത്തർ സിസ്റ്റേഴ്സ് നടന്നിട്ട് എന്തൊക്കെ അന്വേഷിക്കണം. ഞാൻ വിചാരിക്കും, ഞാനത് നല്ല കരച്ചില് വെച്ച് കഴിഞ്ഞാൽ വേദന വരുന്നതിനനുസരിച്ച് താളത്തിൽ നമ്മൾ കരയും. എന്നിട്ട് എന്റെ കരച്ചിൽ കേട്ടിട്ട് അവിടുത്തെ ചില സിസ്റ്റേഴ്സ് ചോദിക്കുന്നത് എന്താ കരയുമ്പോ, അപ്പൊ ഈ സിസ്റ്റർ പറയുന്നുണ്ട് വേദന വന്നിട്ടില്ല. ഞാനിപ്പോ വേദന വന്നിട്ടില്ല, പിന്നെ ഇവര് എന്ത് വേദനയും ഉദ്ദേശിക്കണേ. സിസ്റ്റർ ശരിക്കുള്ള വേദന വരാനിരിക്കണല്ലോ, സന്തോഷമായി, ശരിക്കുള്ള വേദന ഇനി വരാനിരിക്കണല്ലോ, അതാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണം. ഓ ശരി, മനുഷ്യൻ പല്ലും കടിച്ചവർത്തിട്ടാണ് കേട്ടോ. ആ സമയത്തൊക്കെ നല്ല ആരോഗ്യമുണ്ട് മീൻസ് നമുക്ക് നല്ല ബോധമുണ്ട്, നല്ല വേദന ഉണ്ട് എന്നുള്ള സംഗതി മാത്രം. പക്ഷെ നമ്മൾ ഭയങ്കര ഉഷാർ തന്നെയാണ്. നമ്മള് ഒരു 9 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. സമയം നന്നായി പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ 11 മണിയാവും 12 മണിയാവുന്നുണ്ട്. അവസാനം ഞാൻ്റെ ഓളിയും വിളിയും ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സിസ്റ്റർ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, എന്ത് ഇഞ്ചക്ഷനാ സിസ്റ്ററെ? ഇത് സെഡേഷനുള്ള ഇഞ്ചക്ഷനാ. ആയിക്കോട്ടെങ്കിലാവട്ടെ, എടുക്കണ്ട് കുറച്ച് സെഡേഷൻ. അപ്പൊ എന്റെ വിചാരം ഈ സെഡേഷൻ ഇഞ്ചക്ഷൻ അങ്ങോട്ട് തന്നു കഴിഞ്ഞാല് പിന്നെ ഞാൻ ഒരു വേദനയും അറിയാൻ പോണില്ല, മൊത്തം മയങ്ങിപ്പോയി കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നല്ല, സെഡേഷൻ ഇഞ്ചക്ഷൻ തരുമ്പോ നമുക്കൊരു വേദനയൊക്കെ അറിയും നന്നായിട്ട്, പക്ഷെ നമ്മള് കിറങ്ങിയൊരവസ്ഥ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ഉറങ്ങല്ല കേട്ടോ, ഉറങ്ങൊന്നുമല്ല, പെയിൻ ഉണ്ട്, നല്ല പെയിൻ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഒരു കിളി പോയ അവസ്ഥയിലാണ് പിന്നെ നമ്മൾ ബെഡിലിങ്ങനെ കിടക്കുന്നത്. അതായത് നമുക്കിങ്ങനെ നമ്മൾ അതുവരെ ഭയങ്കര ഇന്റൻസിറ്റിയിൽ കരഞ്ഞോണ്ടിരുന്നില്ലേ, നമുക്ക് അങ്ങനെ കരയാൻ പറ്റില്ല. പിന്നെ എന്നെ നാക്കും വായിങ്ങനെ കുഴഞ്ഞോ. എനിക്കിപ്പോ അതാ നമുക്കൊക്കെ മനസ്സിലാവും. അതാണ് നമുക്ക് എല്ലാ കാര്യം മനസ്സിലാവും. മനസ്സിലാവാത്തൊരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ട പോലെ അവരുടെ അടുത്ത് പറയാനൊന്നും പറ്റില്ല. അതിനിടയിൽ ഞാൻ പറയുന്നുണ്ട്, സിസ്റ്ററെ എപ്പിഡൂറില് സിസ്റ്റർ നമ്മൾ വെള്ളടിച്ചിട്ട് സംസാരിക്കില്ലേ. എനിക്ക് ആ സമയത്ത് എന്നെ കുറിച്ച് അങ്ങനെ തന്നെയാ തോന്നി. സിസ്റ്റർ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ, കുറെ നേരം ഈ കൊച്ചി എപ്പിഡൂറിൽ ചോദിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് എന്നെ വീണ്ടും ഒന്ന് PV ചെയ്ത് നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു, പിന്നെ കുറച്ചേരോണിയും കഴിഞ്ഞാൽ ഇതൊക്കെ റെഡിയാവും, നമുക്ക് പ്രസവിച്ചിട്ട് പോവാ അവിടുന്ന്. ഞാൻ പിന്നെ ആദ്യം സിസേറിയൻ പറഞ്ഞിരുന്നില്ലേ, അതൊന്നും വേണ്ടി വരില്ല, നമുക്ക് ഇതിപ്പോ നമുക്ക് നോർമലായിട്ട് തന്നെ കാര്യങ്ങൾ തീർക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ ശരി ഡോക്ടറെ, എനിക്ക് എപ്പിഡൂറിൽ തരുന്ന കാര്യം അത് ഡോക്ടർ മറന്നുപോയി. എപ്പിഡൂറിൽ അത് കിട്ടിയതല്ലതായിരുന്നു മോളെ, അത് ഇനി എപ്പിഡൂറിൽ എടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി. ഡോക്ടർ പറഞ്ഞു, അതൊക്കെ അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ, അതൊക്കെ ഇതിന് മുമ്പത്തെ സ്റ്റേജിലാണ് അത് എടുക്കേണ്ടത്, ഇപ്പൊ തന്നെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി.
എനിക്കാണെങ്കിൽ സത്യം പറയണം, നമുക്ക് നല്ല വേദന അടിച്ചിരിക്കുന്നത്, നല്ല ദേഷ്യമൊക്കെ വരുന്നൊന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റില്ല. നമ്മള് അവസാനം സിസ്റ്റർ പറഞ്ഞേ നിന്റെ അമ്മ വരുന്നുണ്ട് അവന്റെ അമ്മേനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അമ്മ വന്ന് സംസാരിച്ചാൽ ഞാൻ കേട്ടു, അതായത് മോളെ വേദനിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ. എന്നിട്ട് പിന്നെ അമ്മേനെ കൊണ്ടുപോയി. നല്ല വേദനയുള്ള സമയത്താണ് അമ്മേനെ. അപ്പൊ അവര് വിചാരിക്കുന്നത് നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവര് ഇതാണ്. നേരം കുറച്ച് അത്യാവശ്യം നന്നായി വൈകിട്ടുണ്ട്, 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്റെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഡോക്ടർ പറഞ്ഞു ഇനി അഡ്മിനെ നന്നായിട്ട് ഇങ്ങനെ പുഷ് ചെയ്താൽ മതി. ഞാൻ പിന്നെ ഭയങ്കര പുഷിങ് ആയില്ലേ, ഭയങ്കര പുഷിങ്. അപ്പൊ ഞാൻ ഇപ്പുറത്തുള്ള ഒരു കുട്ടികളെ എന്റെ അടുത്ത് പറയണ്ട, ആ കുട്ടിയുടെ അടുത്തും പറയുന്നുണ്ട് പുഷ് ചെയ്യാനായിട്ട്. ഞങ്ങള് വാദിച്ച് പുഷ് ചെയ്യുന്നിട്ടോ. നമുക്ക് ആ സമയത്ത് പുഷ് ചെയ്യലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടോ. നമ്മള് സാധാരണ പുഷ് ചെയ്യണ പോലെ ഒന്നല്ല. ആ സമയത്ത് ആ വയറും വെച്ചിട്ട് നമുക്ക് ഒന്നാമത് ആരോഗ്യമില്ല ആ സമയത്ത്. എന്നാലും ഇതെന്ന് നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഭയങ്കര പുഷിങ്ങൊക്കെയാണ്. അങ്ങനെ പുഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ സിസ്റ്ററിന്റെ അടുത്ത് പറയാം ഇനി മതി പുഷിങ് നിർത്തുന്നു. ഞാൻ എന്ത് പുഷിങ് നിർത്തി, ഇനി വണ്ടി വരട്ടേന്ന്. വണ്ടി വന്നു കഴിയുമ്പോഴാണ് അതിന്റെ അടുത്ത അഭ്യാസം. അതായത് നമ്മുടെ ബെഡും ഈ വണ്ടിയുടെ ലെവലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ വണ്ടിയിലേക്ക് നമ്മള് ഏന്തി കയറണം. നമുക്ക് ആ സമയത്ത് സാധാരണ പോലെ നിലത്ത് കാല് ചവിട്ടിയിട്ട് ഇതിന്റെ മീതേക്ക് പിടിച്ചു കയറാനൊന്നും പറ്റൂലല്ലോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ കയ്യും കാലും നമുക്കറിയാം ആ ഒരു സമയത്ത് നമുക്ക് വേദനയായിരിക്കും. പിന്നെ വയ്യറും ഇതൊക്കെ വെച്ചിട്ട് ഇതിന്റെ മീതേക്ക് കയറല് എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കേട്ടോ. അതെന്താ എങ്ങനെ ചെയ്യണം എനിക്കറിയില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അതേ നിരപ്പിലുള്ള വണ്ടി ആയാലും പോലെ കുഴപ്പമില്ലെന്ന് വിചാരിക്കുക. എന്നിട്ടായാലും അയമ്മക്ക് പിടിച്ച് വിളിച്ച് കേറി അയമ്മ കയറി കിട്ടും. എന്നിട്ട് നമ്മളെ ഡെലിവറി റൂമിൽ കൊണ്ടുപോകും. നല്ല വേദനയൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് ശരിക്കും ഡെലിവറിക്ക് കിടക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവളൊക്കെ എടുത്തിട്ട് പറഞ്ഞു നമുക്ക് ഡെലിവറി നടത്താൻ പോവാം, അപ്പൊ നന്നായി പുഷ് ചെയ്യണം നമുക്ക്. അപ്പൊ ഉണ്ണി പുറത്തേക്ക് ആ ഒരു സമയത്ത് പോലും കണ്ടിന്യൂസ് വേദനയല്ല. അതായത് വേദന വരാം, നല്ല അടിപൊളി വേദന വരാം, പിന്നെ കുറച്ചു നേരം സൈലൻസ്, ഒരു ശ്വാസം എടുക്കേണ്ട സമയം തരുന്നുണ്ട്, പിന്നെ വീണ്ടും വേദന. അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് എത്തിയത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ നല്ല വേദന വരുന്ന സമയത്ത് നന്നായി പുഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ അപ്പത്തെ തന്നെ സിസ്റ്റർ ഇങ്ങനെ വയറുമ്പോ വെച്ച് നോക്കുമ്പോൾ അറിയാം അവർക്ക് നമുക്ക് വേദന വരുന്നുണ്ടോ വരുന്നില്ലേ എന്നുള്ള കാര്യം. അങ്ങനെ എൻ്റെ അടുത്ത് നന്നായിട്ടൊന്ന് പുഷ് ചെയ്തോന്ന് പറഞ്ഞു. ഉണ്ണിതാ ഇപ്പൊ വരുന്നതെന്ന് അങ്ങനെ ഒറ്റ പുഷ് ചെയ്തു. അപ്പൊ നമ്മളെ ആള് പുറത്തേക്ക് വന്നു. പക്ഷേ ഉണ്ടല്ലോ നമ്മളെ ആള് പുറത്തേക്ക് വന്ന കാര്യം എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇനിയും പുഷ് ചെയ്യണം. അതായത് ഉണ്ണി വന്ന കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല സത്യത്തില്. ഞാനപ്പൊ ഇനിയും പുഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ ആദ്യം തൊട്ട് വിചാരിച്ചത് എനിക്ക് ആൺകുട്ടിയാണെന്ന് കേട്ടോ. എന്താണോ അങ്ങനെ ഒരു വിശ്വാസം കയറിപ്പോയി. പക്ഷേ പറയാതിരുന്നത് നന്നായി. ഡോക്ടർ പെൺകുട്ടിയാണ് കേട്ടോ. നമുക്ക് ആൺകുട്ടി പെൺകുട്ടി കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യം തൊട്ട് എന്താണോ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ആൺകുട്ടി ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതാണ് ആൺകുട്ടി വേണം എന്നല്ല, ആൺകുട്ടി ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതാണ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണീനെ കൊണ്ടുപോയി, സിസ്റ്റർ കൊണ്ടുപോയി. ഞാനപ്പോ ഉണ്ണീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ അടുത്തല്ല കേട്ടോ, പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, കാണിച്ചു തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അവൻ ഉണ്ണിയൊക്കെ കൊടുത്തു. അങ്ങനെ സിസ്റ്റർ വീണ്ടും കൊണ്ടുപോയി. അതായത് പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്യണവരുണ്ട്, അവരെ കാട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. നമ്മൾക്ക് അധികം നേരം കിട്ടണമെന്നില്ല കേട്ടോ. നമ്മൾ പ്രസവിച്ചിട്ട് നമ്മുടെ അടുത്ത് ഉണ്ണി അധികം നേരമൊന്നുമില്ലേ, നമ്മൾ ഉണ്ണീനെ കൊണ്ടുപോയി അവര്. നമുക്ക് ആ പ്രസവത്തിന്റെ വേദന ആ പ്രസവം കഴിഞ്ഞ വഴിക്ക് തീർന്നതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു വേദന മീൻസ് മേ ബി തരിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതുവരെ ഫീൽ ചെയ്ത പോലത്തെ ഒരു വേദനയും പിന്നെ ഇല്ല. അതിനുശേഷം സിസ്റ്റർ നമ്മള് വീണ്ടും ലേബർ റൂമിന്റെയും പുറത്തൊരു ലേബർ റൂം എന്ന് പറയാം. അതായത് നമ്മള് ലേബർ ആവാൻ വേണ്ടി കിടന്ന റൂമല്ല, അതിന് പുറത്തുള്ള ലേബർ റൂമിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ നിർത്തിയിട്ട് ഉണ്ണീനെ കൊണ്ടുവന്നിട്ട് രസമായിരുന്നു. അമ്മയാണ് ഉണ്ണിനെ കൊണ്ടുവന്നിട്ട് സിസ്റ്റർ പറഞ്ഞ് നമ്മൾ പാല് കൊടുക്കും, ഉണ്ണിക്ക് നന്നായിട്ട് പാല് കൊടുക്ക്, എന്നിട്ടാണ് പിന്നെ നമുക്ക് ട്രിപ്പ് ഇടാനൊക്കെ പോവാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആകെ ടെൻഷനും. അമ്മ ഒരു തവണ വന്നിട്ട് അതിനകത്ത് എന്റെ അവസ്ഥയൊക്കെ കണ്ടതല്ലേ. പിന്നെ ഉണ്ണീനെയൊക്കെ കൊണ്ടുവന്നപ്പോ അമ്മയുടെ ആകെ താളം കിട്ടി. അമ്മ അങ്ങനെ ഉണ്ണീനും പിടിച്ച് നിൽക്കണ ആള് വീഴാനാ തല കറങ്ങി തുടങ്ങി അമ്മയ്ക്ക്. ആ ഒരവസ്ഥയില്
ഞാൻ പറയാം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഡെലിവറി കഴിഞ്ഞ് ഞാൻ വളരെ പെർഫെക്റ്റ് ആയി, വേറൊരു പ്രശ്നമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ കാണുന്ന ബെഡിൽ ഇരിക്കാമേ, അവിടെ ഇരിക്കേ, തല കറങ്ങലുണ്ട്. ഞാൻ കൊച്ചിനെ കയ്യിൽ വാങ്ങിച്ചു, എന്നിട്ട് അമ്മേനെ അവിടെ എടുത്തു. എന്നിട്ട് ഞാൻ സിസ്റ്റർ വിളിച്ചു, സിസ്റ്റർ ഇത് അമ്മ തലക്കറങ്ങണ്. അങ്ങനെ സിസ്റ്റർ അവസാനം അമ്മേനെ പുറത്ത് കൊണ്ടാക്കിയിട്ട് മമ്മി വന്നു. അപ്പൊ മമ്മി വന്നിട്ട് എന്റെ ഉണ്ണീനെ പിടിച്ചു. അപ്പൊ നമ്മള് പാല് കൊടുത്തതിന് ശേഷം ഉണ്ണീനെ കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു മമ്മിയുടെ അടുത്ത്. അങ്ങനെ മമ്മി ഉണ്ണീനെ കൊണ്ടുപോയതിന് ശേഷം നമുക്ക് വീണ്ടും ഗ്ലൂക്കോസ് കയറ്റി. ആ ഗ്ലൂക്കോസ് കയറ്റുന്നതിൽ നമ്മളൊന്ന് മയങ്ങോട്ടു. ഒരു 1-2 മണിക്കൂർ അറിഞ്ഞു പോലും ഇല്ല മയങ്ങിപ്പോയത്. നല്ല ക്ഷീണം ഉണ്ടാവില്ല, കാലത്ത് തൊട്ട് തുടങ്ങിയ പണിയാണല്ലോ. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞത് 3:45 ഡെലിവറി നടത്തിയത്. അപ്പോൾ കാലത്ത് 9 മണിക്ക് തുടങ്ങിയതാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പൊ അത്യാവശ്യം നല്ലൊരു സമയം വേദന വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വേദനയൊക്കെ അനുഭവിച്ചിട്ട് പിന്നെ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ. അങ്ങനെ നമ്മള് റൂമിലെത്തി. അപ്പൊ എല്ലാവരും ഉണ്ട്, എല്ലാവരും മുഖത്തൊരു ആകാംക്ഷയും ഒരു സന്തോഷവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിയായിട്ടുണ്ട്, ശരിയായിട്ടൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാം, ഉണ്ണി പുറത്തേക്ക് വന്നിട്ട്, അതായത് പുറത്തേക്ക് കൊണ്ടു ചെല്ലില്ലേ സിസ്റ്റർ, ആ സമയത്ത് എൻ്റെ അമ്മയും മമ്മിയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ വിളിച്ച വഴിക്ക് ഷെലിൻ ചേട്ടനെ ഓടിച്ചത്. അപ്പൊ ഉണ്ണീനെ കയ്യിൽ വെച്ച് കൊടുത്തത്, ആദ്യം വെച്ച് കിട്ടിയത് ഷെലിൻ ചേട്ടൻ. അതല്ല എന്റെ ഹാപ്പിയുടെ കാര്യം. അതായത് അതൊരു കണ്ണടച്ചിരുന്ന ആള് ഷെലിൻ ചേട്ടൻ കയ്യിലെത്തിയ സമയത്ത് ആണൊന്ന് കണ്ണ് തുറന്നിട്ട് ഷെലിൻ ചേട്ടന്റെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഒരു ചിരിച്ചു അത്ര. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കണ്ണടച്ചു ആള്. അപ്പൊ ഷെലിന് ഭയങ്കര സന്തോഷായി. അത് ശരിക്കും ഭയങ്കര ഒരു സൂപ്പർ മൊമെന്റ് അല്ലേ. അപ്പൊ അത് ഷിങ്ങിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ ഷിങ്ങിന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം മമ്മിയുടെ കയ്യിലെത്തിയപ്പോഴും കണ്ണടച്ചിരുന്ന ആള് ഒന്ന് കണ്ണു തുറന്നിട്ട് മമ്മീന്റെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ച് ഇങ്ങനെ ചിരിച്ചിട്ട് പിന്നെ കണ്ണടച്ചിട്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഷിലിന്റെ മമ്മിയും പറഞ്ഞു തരുന്നതാ. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ തന്നെ ഭയങ്കര സന്തോഷം തന്നെ ഒരു മൊമെന്റ് ആണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. എനിക്ക് അങ്ങനെ പ്രസവം കഴിഞ്ഞിട്ട് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ എനിക്ക് യാതൊരു പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നോർമലായിട്ട് കാര്യങ്ങളൊക്കെ എന്നെ നടന്നിരുന്നു. കുറച്ച് അവിടെ സ്റ്റിച്ച് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട്, അതായത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ച് പ്രോബ്ലംസ് എന്നല്ല, അതായത് ആ സ്റ്റിച്ച് ഉണങ്ങണേൻ്റെ ഒരു ഇതായിരിക്കും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ആ മരുന്നിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എനിക്കൊന്നും തീരെ ഫീൽ ആയിരുന്നില്ല. പക്ഷെ ആ ഒരു മരുന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു കുറച്ചധികം നാള് ആ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു ഇതും എനിക്ക് ഉണ്ടായി. പക്ഷെ അത് എൻ്റെ വേറൊരു ഫ്രണ്ടിന് ഉണ്ടായില്ല എന്നും പറഞ്ഞു കേട്ടോ. അപ്പൊ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ ബോഡി അനുസരിച്ചിട്ട് അതിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സൂപ്പർ അടിപൊളി ഒരു കോമഡി ഡെലിവറി സ്റ്റോറി കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ പോണവര് നല്ലത് മാത്രം എക്സ്പെക്ട് ചെയ്തു. അത് എത്രയും പെട്ടെന്ന് ഡെലിവറി നടക്കണേ, ഈസി ആയിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് സർവീസ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.